ഹലോ ഗായ്സ്, ഇറാനെ എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു എന്ന് 5 കാരണങ്ങൾ ഇവയാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇറാന്റെ വലിയ തോതിലുള്ള ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരണവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്ക ഇരു രാജ്യങ്ങൾക്കുമുണ്ടായിരുന്നു. ടെഹ്റാൻ ദീർഘകാലമായി തുടരുന്ന ഏറ്റുമുട്ടലിന് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. മാസങ്ങളായി തുടർന്ന സൈനിക പരിശീലനവും നയതന്ത്രവും ഇപ്പോൾ തുറന്ന സംഘട്ടനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ആക്രമണം മേഖലയെ ഒരു യുദ്ധപൂർണ്ണ അന്തരീക്ഷത്തിലേക്ക് നയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആക്രമണം നടന്നത്. ഇത് ഖമനേനിയുടെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനുള്ള സാധ്യത വളരെയേറെയായിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനെയും മിസൈൽ നിർമ്മാണത്തെയും ഭയക്കുന്നുണ്ട്. ഇറാന്റെ വലിയ തോതിലുള്ള ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരണവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരു രാജ്യങ്ങളും വ്യോമാക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയത്. ഇറാന്റെ തുടർച്ചയായ ആക്രമണാത്മകമായ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഇറാന്റെ മിസൈൽ ശേഖരണത്തിന് നേരെ ആക്രമണം നടത്തിയത്. എന്നാൽ ആക്രമണാത്മക പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ ഇറാനെ യുദ്ധം ചെയ്യണമെന്ന് മുൻകൂട്ടി ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ആക്രമണം നിലനിൽപ്പിന് വേണ്ടിയാണ് നടത്തിയത് എന്നും അത് ഒരു മുൻകരുതൽ നീക്കമാണ് എന്നും ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ പിന്തുണയോടുകൂടി വർഷങ്ങളായി നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമാണ് ഇത് ചെയ്യുന്നത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ എല്ലാം ഇറാൻ തള്ളിക്കളയുകയായിരുന്നു. തങ്ങളുടെ പരമാധികാരത്തിനേറ്റ ക്ഷതമാണ് ഇത് എന്നും തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വ്യോമാതിർത്തി അടച്ചിട്ടതിനാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിലൂടെയായിരിക്കും മിസൈൽ ആക്രമണം ഉണ്ടാവുക. പശ്ചിമേഷ്യയിലൂടെ നീളം ഇറാന്റെ സൈന്യം ഇസ്രായേലിനെയും അമേരിക്കയെയും എതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സൈനിക ലക്ഷ്യങ്ങൾക്കൊപ്പം ആക്രമണങ്ങൾ ഇറാനിലെ ഖമനേനി ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുമെന്നും ലോക നേതാക്കളടക്കം അഭിപ്രായപ്പെടുന്നു. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കൻ സേനയ്ക്കും സഖ്യകക്ഷികൾക്കും ഭീഷണി ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ ആക്രമണം യുദ്ധത്തിന്റെ മുന്നോടിയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇറാനിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ യുദ്ധഭീതി മൂലം ഇസ്രായേലിലും ഇറാനിലുള്ളവരും ഇപ്പോൾ അഭയം തേടുകയാണ്. ഏതൊക്കെയാണ് ആ ഇറാനെ ആക്രമിക്കാനുള്ള 5 കാരണങ്ങൾ? അത് നമുക്കൊന്ന് നോക്കാം. 1. ആണവായുധ ഭീഷണി. ഇറാൻ വൻതോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായും ആണവായുധം നിർമ്മിക്കാൻ വളരെ അടുത്തെത്തിയതായും ഇസ്രായേലും അമേരിക്കയും ആരോപിക്കുന്നു. ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അത് തടയാൻ ഏത് അറ്റകൈ പ്രയോഗിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഘടനകൾക്കുള്ള പിന്തുണ. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ്, അതായത് ഗസ, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ആയുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാരണം. മേഖലയിലെ സമാധാനം തകർക്കാൻ ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കുന്നു. 3. നേരിട്ടുള്ള ആക്രമണങ്ങൾ. 2024 ഫെബ്രുവരിയിലും ഒക്ടോബറിലും ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ചിരുന്നു. ഇതിന് മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ഫെബ്രുവരി 28 നടന്ന ആക്രമണം ഈ പ്രതികാര നടപടിയുടെ ഭാഗമാണ്. 4. മേഖലാ സുരക്ഷയും അമേരിക്കൻ താൽപര്യങ്ങളും. ഗൾഫ് മേഖലയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളും അമേരിക്കയെ ചൊടിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും ഇറാന് സ്വാധീനം കുറയ്ക്കാനും അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധത്തിൽ പങ്കുചേരുന്നു. 5. ഭരണകൂടമാറ്റം. ഇന്നത്തെ പ്രസ്താവനയിൽ നെതന്യാഹു സൂചിപ്പിച്ചത് ഇറാനിലെ ജനതയ്ക്ക് തങ്ങളുടെ വിധി സ്വന്തം കൈകളിലെടുക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ്. അതായത്
ഇന്നത്തെ ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കി ഞങ്ങൾ അനുകൂലിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതും ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമാണ്.